2026 ലോകകപ്പ് സെമി ഫൈനലിലെ ഇംഗ്ലണ്ടുമായിട്ടുള്ള ആവേശകരമായ സെമി ഫൈനൽ വിജയത്തിന് ശേഷം അർജന്റീനൻ താരങ്ങളായിട്ടുള്ള ലിസാൻഡ്രോ മാർട്ടീനസ്, ജിയോവാനി ലൊസെൽസോ, ക്രിസ്ത്യൻ റൊമേറോ തുടങ്ങിയ താരങ്ങൾ മൈതാനത്ത് ഒരു ബാനർ ഉയർത്തിപ്പിടിച്ച് ആഘോഷം പ്രകടിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. മൽവീനസ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്നതായിരുന്നു ആ ബാനറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടൻ ഫോക്ലൻഡ് ദ്വീപുകൾ എന്ന് പരക്കെ വിളിക്കുന്ന പ്രദേശത്തെയാണ് അർജന്റീനക്കാർ ഈസ്ലാസ് മാൾവീനാസ് എന്ന് കൂടി വിളിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള വിജയത്തിന് ശേഷം ഈ ബാനർ പരസ്യമായി മൈതാനത്ത് പ്രദർശിപ്പിച്ചതാണ് ബ്രിട്ടനെ ചൊടിപ്പിച്ചതും വലിയ വിവാദത്തിലേക്കൊക്കെ കൊണ്ടെത്തിച്ചതും. ഇതിന് പിന്നിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചോര ചിന്തിയ ഒരു യുദ്ധത്തിന്റെ ചരിത്രം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ അറ്റത്ത് അർജന്റീനൻ തീരത്ത് നിന്ന് ഏകദേശം 480 കിലോമീറ്റർ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ഫോക്ലൻഡ് എന്ന് പറയുന്നത്. എന്നാൽ ബ്രിട്ടനിൽ നിന്നും ഏകദേശം 13,000-ലധികം കിലോമീറ്റർ അകലെ കൂടിയാണിത്. 1833 ഈ ദ്വീപുകൾ തങ്ങളുടെ ഭരണത്തിന് കീഴിലാണെന്നും അവിടെ താമസിക്കുന്ന ജനങ്ങൾ ബ്രിട്ടീഷ് പൗരന്മാരായി തുടരാനാണ് ആഗ്രഹിക്കുന്നതുമെന്നായിരുന്നു UK-യുടെ വാദം. 2013 അവിടെ നടന്ന ഒരു റഫറണ്ടത്തിൽ 99% ജനങ്ങളും ബ്രിട്ടനോടൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്നുവെന്ന് വോട്ട് ചെയ്തു. സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഈ ദ്വീപുകൾ തങ്ങൾക്ക് ലഭിച്ചതാണെന്നും 1833 ബ്രിട്ടൻ ഇത് നിയമവിരുദ്ധമായി കയ്യേറിയതാണെന്നുമാണ് അർജന്റീനയുടെ വാദം. തങ്ങളുടെ ഭൂപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്മേൽ തങ്ങൾക്കാണ് പരമാധികാരമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. 1982 ഏപ്രിലിൽ അർജന്റീനയുടെ സൈനിക ഭരണകൂടം ഈ ദ്വീപ് പിടിച്ചെടുക്കാനായി അധിനിവേശം നടത്തി. തുടർന്ന് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ അങ്ങോട്ട് സൈന്യത്തെ അയക്കുകയും 74 ദിവസം നീണ്ടുനിന്ന അതിക്രൂരമായ യുദ്ധമുണ്ടാവുകയും ചെയ്തു. യുദ്ധത്തിൽ അർജന്റീന പരാജയപ്പെടുകയും ബ്രിട്ടൻ ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്തതാണ് കണ്ടത്. ഈ യുദ്ധത്തിൽ 649 അർജന്റീനൻ സൈനികരും 255 ബ്രിട്ടീഷ് സൈനികരും കൊല്ലപ്പെട്ടു. ഈ ചരിത്രപരമായിട്ടുള്ള പകയാണ് ഇന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഫുട്ബോൾ മത്സരങ്ങളിൽ പോലും കനലായി അവശേഷിക്കുന്നത് എന്ന് കാണാം. കായിക രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും വേർതിരിച്ച് നിർത്തണമെന്നാണ് ഫിഫയുടെ അതികർശനമായ നിയമം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറുടെ വക്താവും കായിക മന്ത്രാലയവും അർജന്റീനൻ കളിക്കാരുടെ ഈ പെരുമാറ്റം അങ്ങേയറ്റം അപകീർത്തികരമാണെന്ന് പ്രസ്താവിക്കുകയും ഫിഫയോട് കൃത്യമായി ഇതിൽ അന്വേഷണം നടത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഫിഫയുടെ സ്വതന്ത്ര ഡിസിപ്ലിനറി കമ്മിറ്റി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് എന്നാണ് അറിയുന്നത്. ഇതിനു മുൻപ് 2014 സ്ലൊവേനിയക്കെതിരെയുള്ള ഒരു സൗഹൃദ മത്സരത്തിന് മുൻപ് അർജന്റീനൻ ടീം സമാനമായ രീതിയിൽ ബാനർ ഉയർത്തിപ്പിടിച്ചതിന് ഫിഫ അവർക്ക് 20,000 പൗണ്ട് പിഴ ചുമത്തിയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ അർജന്റീനൻ വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വില്ലാറുവൽ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ കളിക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഫുട്ബോളിൽ ഇത്തരം രാഷ്ട്രീയ ബാനറുകൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫുട്ബോൾ ആവേശങ്ങൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ